ഹലോ, അസ്സാം വലൈക്കും. ഈദ് മുബാറക്. ഈദിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ. ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആക്കിയിട്ടിടാം. 1 കിലോ ബിരിയാണിയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നെയ്ച്ചോറ് കുക്കറിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദമ്മിടാം. നമ്മൾ സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചോറ് ദമ്മിട്ടതിന് ശേഷം അത് റെഡിയാക്കി, അത് കഴിഞ്ഞ് നമ്മൾ ബീഫ് സെറ്റാക്കുകയാണ്. അപ്പോൾ എണ്ണയിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് വറവിട്ടതിന് ശേഷം അതിലേക്ക് ബീഫ് വേവിച്ചതിട്ടെടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫും സെറ്റായിട്ടുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോവാൻ ഒരുങ്ങാണ് കേട്ടോ നമ്മുടെ സിത്തും ഷെബിയും. 7:30 നിസ്കാരം. അപ്പോൾ അവർ പള്ളിയിലൊക്കെ പോയി വന്നു കേട്ടോ. പള്ളിയിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അവർക്ക് ലഡുവും മിഠായിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലഡു അവർ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് മിഠായി കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീഫൊന്ന് ചൂടാക്കുകയാണ് കേട്ടോ. നേരത്തെ ആക്കി വെച്ചതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് ഒന്ന് പുറത്ത് പോകണമെന്നും കരുതി. അപ്പോൾ അവിടെ എത്തി കുട്ടികളൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടോ. പിന്നെ നമ്മൾ അവരെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ കൊടിക്കുത്തിമലയിലേക്കാണ് കേട്ടോ പോകുന്നത്. ആരും അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ കൊടിക്കുത്തിമലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഗൈസ് ഒരു നഗ്നമായ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് അവധിയാണ്. അപ്പോൾ തിങ്കളാഴ്ച കൊടിക്കുത്തിമല അവധിയാണ് കേട്ടോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, കോട്ടക്കുന്നിലേക്കാണ് പിടിച്ചു കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ കോട്ടക്കുന്നിലെത്തിട്ടോ. അപ്പോൾ നമുക്ക് കൊടിക്കുത്തിമലയിൽ കയറാൻ പറ്റാത്ത ആ സങ്കടം നമ്മൾ കോട്ടക്കുന്നിൽ അങ്ങ് തീർക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി. കുട്ടികളുടെ കളികളിലേക്ക് നീങ്ങിട്ടോ. മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് ഗായ്സ്, പക്ഷെ അത് ചീറ്റിപ്പോകുന്നു. കുട്ടികളുടെ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീം, അതുപോലെ നമ്മളെല്ലാവരും ചായയും ഒക്കെ കുടിച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്വീറ്റ് കോണിൻ്റെ കൗണ്ടറിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവർ സ്പൈസി വേണോ ബട്ടർ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരേ സ്വരത്തിൽ അങ്ങ് പറഞ്ഞു സ്പൈസി മതിയെന്ന്. അപ്പോൾ അവർ സ്പൈസി സ്വീറ്റ് കോണ് തയ്യാറാക്കാണ് കേട്ടോ. സ്പൈസി സ്വീറ്റ് കോണ് 1.5 സ്പൈസി തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് വെള്ളം അങ്ങ് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്.